ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞ അതേ സമയത്ത് കെ.പി. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്ത വാർത്ത കേരളം കാണുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പറഞ്ഞിരുന്നു, ശബരിമലയിൽ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുമ്പോൾ ഉന്നതന്റെ അല്ലെങ്കിൽ VVIPയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന്. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ അറസ്റ്റ് നടന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ശങ്കർദാസിനെ പ്രത്യേക അന്വേഷണ സംഘം ആശുപത്രിയിലെത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ശങ്കർദാസിന്റെ അറസ്റ്റോടുകൂടി ഇടതുപക്ഷവും CPM-ഉം കൂടുതൽ പ്രതിരോധത്തിലായി എന്ന കാര്യത്തിൽ തർക്കമില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ശബരിമലയിൽ പ്രതിരോധത്തിലായ CPM ഇനി എന്ത് നിലപാടാണ് സ്വീകരിക്കുക? പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇനി ഏത് ദശയിൽ മുന്നോട്ടു പോകും? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്തൊക്കെയായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങൾ? ആരുടെയെല്ലാം അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതിരോധത്തിലായ CPM 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് വീഴുമോ? പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇനി ഏതു രൂപത്തിൽ മുന്നോട്ട് പോകും? ഹൈക്കോടതിയുടെ നിർണായക ഇടപെടലാണോ സ്വർണ്ണക്കൊള്ളയിൽ കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായി അറസ്റ്റുകളിലേക്കടക്കം എത്തിയത്? വിശദമായി പരിശോധിക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കെ.പി. ശങ്കർദാസിന്റെ അറസ്റ്റ് ഇന്നലെ നടന്നിരിക്കുകയാണ്. ഈ കേസിനകത്ത് നിർണായകമായ അറസ്റ്റാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം കോടതി അടക്കം ഈ വിഷയത്തിൽ SITയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യം ചോദിച്ചതിന് പിന്നാലെയാണ് കെ.പി. ശങ്കർദാസിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാടായിരിക്കും അന്വേഷണ സംഘം സ്വീകരിക്കുക? ഈ കെ.പി. ശങ്കർദാസിന്റെ അറസ്റ്റ് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കും, അല്ലെങ്കിൽ മന്ത്രിസഭയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ്. പ്രതിരോധത്തിന്റെ പടുകുഴിയിൽ വീണ CPM വീണ്ടും അതിന്റെ ഏറ്റവും അവസാനത്തെ അറ്റത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? തീർച്ചയായും. ഇനി CPM എന്തു പറഞ്ഞാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന്, അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് എന്തു പറഞ്ഞാണ് CPM തടി ഊരാൻ നോക്കുന്നത് എന്ന് മാത്രമാണ് അറിയേണ്ടത്. കാര്യം നമുക്കറിയാം, ആദ്യം മുതൽ തന്നെ CPM എടുത്ത നിലപാട് എന്ന് പറയുന്നത് എന്താണ്, ഭക്തർക്കോ വിശ്വാസികൾക്കോ അനുകൂലമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് സന്തോഷം നൽകുന്ന ഒരു നിലപാടായിരുന്നില്ല എടുത്തത്. അറസ്റ്റ് ചെയ്ത പത്മകുമാർ അടക്കമുള്ള CPM നേതാക്കളെ തള്ളിപ്പറയാൻ CPM പാർട്ടി ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇന്നും അവർ പാർട്ടിയുടെ അംഗമാണ്, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ SIT കേസ് പലതവണയും മന്ദഗതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, പലരെയും അറസ്റ്റ് ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല എന്നൊക്കെ വന്നപ്പോ ഹൈക്കോടതി വിമർശിച്ചു. ഹൈക്കോടതിയുടെ വിമർശനത്തിന്റെ പേരിലാണ് ഈ കേസ് വീണ്ടും ചടുലമായി വളരെ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആദ്യം മുതൽ പറഞ്ഞു, ഈ മകരജ്യോതി തെളിയുമ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്ന്. അത് കൃത്യം നടന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് പോകൂ. ഹൈക്കോടതി എന്തെങ്കിലും കാരണം കൊണ്ട് ഈ കേസ് ഹൈക്കോടതി ശ്രദ്ധിക്കാതിരുന്നാൽ ഈ കേസ് എവിടെയും എത്തില്ല. തന്ത്രിയിൽ ഒതുങ്ങി നിൽക്കേണ്ട കേസ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ മാത്രമാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്ന പോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ വിഷയമായി. അത് ഭക്തർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിച്ചു. അത് തന്നെയാണ് ഈ ഇടതുമുന്നണിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത്. ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ പല വിഷയങ്ങളും, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് കേരളത്തിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവന്നെങ്കിൽ പോലും അതൊന്നും ഫലം കണ്ടില്ല, അല്ലെങ്കിൽ അതൊന്നും ഫലം കാണില്ല. കാര്യം നമുക്കറിയാം, ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഇനി എന്തൊക്കെ വിഷയങ്ങൾ അതിന്റെ മേൽ കൊണ്ടുവന്നാലും, അല്ലെങ്കിൽ സർക്കാർ എന്തൊക്കെ പദ്ധതികളും ആയി വന്നാൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചോദ്യമായി മുന്നോട്ട് പോകുന്നത്. കാര്യം ഇപ്പോ പോലും ഈ പറയുന്ന പത്മകുമാറിനെ അടക്കം തള്ളിപ്പറയാൻ CPM-ന് ആയിട്ടില്ല. ഇനിയൊരു ചോദ്യമുണ്ട്, പത്മകുമാറിനെ തള്ളിപ്പറയാൻ CPM-ന് ആകുമോ എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ട് പത്മകുമാറിനെ തള്ളിപ്പറയുന്നില്ല? ഈ പറയുന്ന പോലെ PS പ്രശാന്തിനെ എന്തിനായിരിക്കും ഒന്നും കൂടി ചോദ്യം ചെയ്യുന്നത്? അതൊരു വലിയ കാര്യം. തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആരെയും ചോദ്യം ചെയ്തില്ല. അപ്പൊ തന്ത്രിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്താണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. ആ ഒരു സമയത്ത് ഒന്നാം പിണറായി സർക്കാരിന്റെ കൊള്ള മറയ്ക്കാനല്ലേ രണ്ടാം പിണറായി സർക്കാർ PS പ്രശാന്തിനെ അവിടെ നിയോഗിച്ചത് എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഈ ശബരിമല വിഷയം വന്നപ്പോൾ ആദ്യം PS പ്രശാന്ത് എടുത്തൊരു നിലപാടുണ്ടായിരുന്നു,
ഇത് വലുതായിട്ട് എന്താണ് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാടാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ എല്ലാം തനിക്കറിയാം അതെല്ലാം മറയ്ക്കാൻ വേണ്ടി PS പ്രശാന്ത് എടുത്ത നിലപാടല്ലായിരുന്നോ എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാം ആദ്യം PS പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെ ഒരുമിച്ചാണ് ചോദ്യം ചെയ്തത്, രണ്ടുപേരെയും വിട്ടയച്ചു. വീണ്ടും PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്ത്രി പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി അത് അറസ്റ്റിലേക്ക് എത്തുമോ എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അങ്ങനെ അറസ്റ്റിലേക്ക് എത്തിയാൽ പിന്നാലെ ആരെല്ലാം കുടുങ്ങും? ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇന്നും ശബരിമല സ്വർണ്ണക്കൊള്ള SIT നന്നായി കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ വിഷയത്തിൽ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞു നിൽപ്പുണ്ട്. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട KP ശങ്കർദാസിന്റെ അറസ്റ്റ് നിർണായകമായ അറസ്റ്റാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ ഈ ശബരിമല കേസിൽ പ്രതിരോധത്തിലായ CPM ഇനി ഏത് രൂപത്തിലായിരിക്കും അതിനെ മറികടക്കാൻ ശ്രമിക്കുക എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പത്മകുമാർ ആയാലും ശരി, വാസു ആയാലും ശരി, CPMന്റെ സഹയാത്രികരും നേതാക്കന്മാരുമായ ആളുകൾ അറസ്റ്റിലായിട്ടും അവരെ തള്ളിപ്പറയാൻ ഇതുവരെ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല. പത്മകുമാർ ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ്. അദ്ദേഹത്തെ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല എന്ന് പാർട്ടി അണികൾ തന്നെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ CPM നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നൊരു ഭയം CPMനുണ്ട്. കാരണം തന്ത്രിയുടെ നിർണായകമായ മൊഴികൾ ഏത് രൂപത്തിലായിരിക്കും CPMനെ തിരിഞ്ഞുകുത്തുക എന്നത് കണ്ടറിയേണ്ടതാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ തന്ത്രി ചില കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ആർക്കെല്ലാം എതിരെ ഇനി നടപടി ഉണ്ടാകും, ആരെയെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കും എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ശബരിമലയിൽ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. മകരവിളക്ക് മഹോത്സവത്തിന് സമാപനമായി ഇനി ശബരിമലയിലെ ആറാട്ട് നടക്കുകയാണ്. ശബരിമലയിൽ എഴുന്നള്ളത്ത്, ശബരിമല എഴുന്നള്ളത്ത് എന്ന് പ്രേക്ഷകർ അറിവിലേക്ക് കൂടി പറയുകയാണ്. ശബരിമലയിൽ ആന എത്തുന്ന സമയം ശബരിമലയിലെ എഴുന്നള്ളത്താണ്. മാളികപ്പുറത്തമ്മ അവിടെ നിന്നും എഴുന്നള്ളുന്ന ആ ഉത്സവമാണ് ശബരിമലയിൽ ഇനി നടക്കാനുള്ളത്. ആ ഉത്സവം നടക്കുന്ന സമയത്ത് അടുത്ത കൈവിലങ്ങ് ആരുടെ കയ്യിലായിരിക്കും വീഴാൻ പോകുന്നത് എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് കേരളം പിടിച്ചുലച്ച, അല്ലെങ്കിൽ കേരളത്തിനെ പിടിച്ചുലച്ച, കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണങ്ങളിൽ ഒന്നാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ആ ക്ഷേത്ര കുംഭകോണങ്ങളുമായി ബന്ധപ്പെട്ട നിർണായകമായ അറസ്റ്റിനകത്ത് എല്ലാവരും CPM അനുഭാവികളും CPMന്റെ നേതാക്കന്മാരുമാണ്. ഏറ്റവും അവസാനം അറസ്റ്റ് KP ശങ്കർദാസിൽ എത്തി നിൽക്കുകയാണ്. ഇനി PS പ്രശാന്തിലേക്ക് അറസ്റ്റ് നീളുമോ എന്നതാണ് കണ്ടറിയാനുള്ളത്. PS പ്രശാന്ത് മാത്രമല്ല, നേരത്തെ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുന്നാൽ അത്രയധികം രാഷ്ട്രീയ കളി ഇതിനകത്ത് നടക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായ CPM കൂടുതൽ പ്രതിരോധത്തിലാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞ ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷമായിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്നത്. സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ട് ആളുകൾ 18-ാം പടി ഇറങ്ങി പൊന്നമ്പലമേട്ടിൽ നോക്കി 18-ാം പടി ഇറങ്ങുമ്പോഴാണ് KP ശങ്കർദാസിനെ ആശുപത്രിയിലെത്തി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കൃത്യമായ മുഹൂർത്തത്തിൽ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കേരളത്തിലെ ഭക്തജനങ്ങൾ വളരെ വലിയ സന്തോഷത്തിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം തങ്ങൾ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഏറ്റവും അധികം ആരാധിക്കുന്ന അയ്യപ്പന്റെ സ്വർണവും പണവും കൊള്ളയടിച്ച കള്ളന്മാരെ ഓരോരുത്തരെ ജയിലിലേക്ക് കൊണ്ടുപോകണമെന്നാണ് രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ ചിന്തിക്കുന്നത്. CPMന്റെ ചില നേതാക്കന്മാർ മാത്രമാണ് ഇപ്പോഴും ഈ സ്വർണ്ണ കട്ട കള്ളന്മാരെ തള്ളിപ്പറയാതെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കുന്നത്. സാധാരണക്കാരായ അണികൾ ഈ സ്വർണ്ണക്കൊള്ളക്കെതിരെ വലിയ പ്രതിഷേധത്തിലാണ്. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാത്തൊരവസ്ഥയിൽ തന്നെയാണ് CPM ഉള്ളത് എന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള CPMനെ തിരിഞ്ഞു കൊത്തുകയാണ് ഓരോ ദിവസവും എന്ന കാര്യത്തിലും തർക്കമില്ല.